ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സമ്മറാണ്. അപ്പോൾ കുറച്ച് ചൂട് തണുപ്പ് ഇങ്ങനെ ഒരു ദിവസം പല തരത്തിലുള്ള കാലാവസ്ഥ വരുന്ന ഒരു കണ്ടീഷനാണ് ന്യൂസിലൻഡിലുള്ളത്. രാവിലെ നല്ല മഴയായിരിക്കും, ഉച്ചയാകുമ്പോഴേക്കും നല്ല വെയിലാവും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പാവും. അപ്പോൾ എന്തായാലും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയണത്. പഠിക്കാനൊക്കെ വരാനായിട്ട് ഒരുപാട് ചിലവുണ്ട്, പക്ഷെ ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലിക്ക് നിങ്ങൾക്ക് ഒരു സ്പോൺസറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറയണത്. ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു റിപ്ലൈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു ജോർജ് ഇങ്ങോട്ട് വന്നു എന്ന്. അത് സീക്ക് വഴി അപ്ലൈ ചെയ്താണ് കേട്ടോ. അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയില്ല, ഞാൻ പിന്നീട് അത് ചോദിച്ചിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഹൗസ് കീപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെറിയൊരു ജോലിയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു പോരാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോരുത്തർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷനിൽ മറ്റു സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവര് മനുവും അതുപോലെ ജോർജൊക്കെ വന്നിട്ടുള്ളത് ഒരു റിമോട്ട് ഏരിയയിലുള്ള ഹോട്ടലിലേക്കാണ്. മനുവിനിപ്പോൾ മറ്റൊരു നല്ല സ്ഥലത്തേക്ക് ജോലി മാറി കിട്ടി, പാമേഴ്സ്റ്റൺ നോർത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റിമോട്ട് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും. അവർ അവിടെ ആരെയും കാണാൻ പറ്റില്ല, പുറത്ത് പോയിട്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻട്രി ലെവലിൽ വരുന്നവർ മാത്രമാണ് പെട്ടെന്ന് അവിടെ നിന്ന് ആളുകൾ പോകും. അപ്പോൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ഇപ്പോൾ ഈ ഡിസംബറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുറേ പേർക്ക് ഇവിടെ റിപ്ലൈ കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞു. നിങ്ങളോട് ഞാൻ നേരത്തെ പറയണല്ലേ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ ജോർജിനാണെങ്കിൽ 100-150 ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആ ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇവർക്കൊക്കെ ഇങ്ങോട്ട് വരാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വന്നു, അതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നു. ഇനി എന്തേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനിരിക്കണ്ട കേട്ടോ. ഞാനത് കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കും, തീർച്ചയായിട്ടും വരാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആരോടൊന്നും ചോദിക്കാനൊന്നും പോകണ്ട. അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരോടും ചോദിക്കാൻ പോകണ്ട. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവരോടൊക്കെ പറയാം. അസൂയാലുക്കളൊക്കെ അവിടെ ഇരുന്ന് അസൂയപ്പെടട്ടെ. അസൂയാലുക്കളെ വീണ്ടും അസൂയ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഓരോ കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്, പക്ഷെ ഒന്നും അത്ര എളുപ്പമല്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. അതിനാദ്യം വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവ്, നമ്മുടെ ഡിസിഷനാണ് നമ്മളെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 പേരും ഒരേ സാമ്പത്തിക സ്ഥിതി തന്നെയായിരിക്കുമോ? അച്ഛനും അമ്മയൊക്കെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു, മക്കളെ ദരിദ്രരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിൽ വളരെ കാലങ്ങളായിട്ട് അച്ഛനും അമ്മയും ടീച്ചറായിരുന്നു, അവർക്ക് നല്ല സ്വത്തുണ്ടായിരുന്നു. പക്ഷെ മക്കളിപ്പോൾ ലൈൻ ബസ്സൊക്കെ ഓടിച്ച് നടക്കുന്ന ഡ്രൈവേഴ്സായിട്ട് വണ്ടി ഓടിച്ച് നടക്കാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. പഴയ കാലത്ത് അവിടെ ഒരാളുടെ കല്യാണത്തിന് യേശുദാസിൻ്റെ ഗാനമേളയൊക്കെ വെച്ച് നടത്തിയതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീടിൻ്റെ ടെറസിൻ്റെയൊക്കെ മുകളിൽ. ഇപ്പോൾ അവർ ഒന്നുമില്ലാത്തവരായിട്ട് മാറി. എന്താ കാരണം? അവർക്കൊരു ഡിറ്റർമിനേഷൻ ഇല്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കും അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്തും അവരെ മോട്ടിവേറ്റ് ചെയ്യുക. നീ ഇന്ന സ്ഥലത്ത് പോകാനുള്ളതാണ്, നിനക്ക് ഇന്ന ആളാവാനുള്ളതാണ് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് കുട്ടികൾക്ക് അതിനുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നേരത്തെ തന്നെ കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളിലുള്ള പോസിറ്റീവ്സ് മാത്രം പുറത്തെടുക്കുക. നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഇന്നലെ വരെ നമ്മൾ ചീത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആദ്യം പിടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നവരായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഗുണവുമില്ല. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ടെൻഷനുകളൊക്കെ ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക കേട്ടോ. ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തുക. മറ്റുള്ളവരോട് കുറച്ചുകൂടി കൈൻഡായിട്ട് പെരുമാറുക.
ഇതൊക്കെയാണ് അതിനുള്ളൊരു വഴി. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക, നിങ്ങളുടെ വീട്ടിലെ മൊത്തം ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടാക്കുക. അപ്പോൾ അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ചേഞ്ച് നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്താനായിട്ട് സാധിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇപ്പോൾ ഇവിടെ തന്നെ ഓവർ പൊളൈറ്റ് ആയിരിക്കണം. ഒരു ദിവസം നമ്മൾ എത്ര സോറി പറയുന്നു, എത്ര താങ്ക് യു പറയുന്നു എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കയ്യും കണക്കുമില്ല. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഈ താങ്ക് യു സോറി ഒക്കെ പറയാനായിട്ട് കുറച്ച് മടിയാണ് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് അതൊക്കെ പറയാനായിട്ട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജനറേഷനിൽ പെട്ടവർക്കൊക്കെ അതൊക്കെ കുറച്ച് പതുക്കെ പറയുള്ളൂ, ഉറക്കെ പറയില്ല. ഇവിടെ അങ്ങനെയല്ല, എല്ലാം തുറന്ന് പറയുന്നതാണ് ഇവിടെയുള്ളവർക്ക് ഇഷ്ടം. അപ്പോൾ ഒരു താങ്ക് യു പറയാൻ തോന്നിയാൽ ഉറക്കെ പറയുക, താങ്ക് യു വെരി മച്ച്, താങ്ക് യു സോ മച്ച് എന്ന് ഉറക്കെ പറയുക. അതുപോലെ തന്നെ ഐ അപ്രീഷിയേറ്റ് യു, ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം ഒരു കാര്യം ചെയ്താൽ അവർ ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയുന്നത് അവർക്കും ഇഷ്ടമാണ്, കേൾക്കുന്നവർക്കും ഇഷ്ടമാണ്. ഒരു ബസ്സിൽ തന്നെ കയറുകയാണെന്നിരിക്കട്ടെ, ബസ്സിലാകെ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെയാണ് നമ്മൾ നമ്മുടെ കാർഡ് പഞ്ച് ചെയ്തിട്ട് കയറുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഡ്രൈവറോട് ഗുഡ് മോർണിംഗ് പറയുക, ഇറങ്ങുമ്പോൾ താങ്ക് യു പറയുക. അതുപോലെ തന്നെ ഡ്രൈവർ എല്ലാവരോടും ഗുഡ് മോർണിംഗും അതുപോലെ എല്ലാവരോടും താങ്ക് യു പറയും. ഇടയ്ക്ക് വെച്ച് ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, തിരിഞ്ഞ് എല്ലാവരോടും താങ്ക് യു പറഞ്ഞ് ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറയായിരുന്നു. എല്ലാ ജോലികളും ഇവിടെ ഒരേപോലെ ഡിഗ്നിറ്റി ഉള്ളതാണ്. ഏറ്റവും താഴ്ന്ന ജോലിയൊന്നൊന്നുമില്ല. ഇവിടെ ഒരു ക്ലീനർ എന്ന് വെച്ചാൽ വളരെ ഹൈ സാലറി വാങ്ങുന്ന ആളാണ്. അപ്പോൾ ആ ജോലിക്ക് ഡിഗ്നിറ്റി ഉണ്ട്. ഒരു ക്ലീനർ ആയാലും ഒരു നേഴ്സായാലും ഒരു ഡോക്ടറായാലും എല്ലാവരെയും ഈക്വൽസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ വേറെയും കുറേ കസ്റ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. വളരെ ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ പ്രീ സ്കൂളിൽ കൊണ്ടുപോയാക്കും. 6 മാസമോ അല്ലെങ്കിൽ 1 വയസ്സോ ഒക്കെ ഉള്ള കുട്ടികൾ സംസാരിക്കാൻ പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ആ ടീച്ചറെ വിളിക്കുക, ടീച്ചർ എന്ന് വിളിക്കും അല്ലെങ്കിൽ മിസ് എന്ന് വിളിക്കും. ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, അവരെ പേര് വിളിച്ചോളണം. ഈ കുഞ്ഞു കൊച്ച് 30 വയസ്സൊക്കെ ആയ 40 വയസ്സായിട്ടുള്ള ടീച്ചേഴ്സിനെ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ ചേർക്കാൻ പോയപ്പോൾ അവിടെ എൻ്റെ പേരക്കുട്ടി ഡെബി എന്നാണ് അവരെ വിളിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അധികം അത്ഭുതമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം പിന്നെ ഓക്കെ ആയി, എല്ലാവരെയും പേരാ വിളിക്കുന്നത്. വയസ്സായ ആളുകളാണെങ്കിലും അവരെയും പേരാ വിളിക്കുന്നത്. അവർക്കത് കേൾക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അപ്പോൾ വൈ എന്നാണ് ചോദിക്കുന്നത്. അതായത് പേര് വിളിക്കുമ്പോൾ വയസ്സായി എന്നുള്ള തോന്നലുണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ഇവർ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കണില്ല. 16 വയസ്സ് വരെയാണ് കുട്ടികളെ വളർത്താനുള്ള ഒരു യോഗം ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. 16 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലൈസൻസൊക്കെ എടുത്ത് ഒരു കാറൊക്കെ വാങ്ങിച്ച് അവർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഒരു ഫ്ലാറ്റിൽ കൂട്ടുകാരോടൊപ്പം താമസിച്ചാണ് പഠിക്കുന്നത്. പിന്നെ അവരുടെ ലൈഫായി. അപ്പോൾ ഈ 16 വയസ്സ് വരെ മാത്രമേ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കുള്ളൂ. ഇനി അഥവാ അതിന് ശേഷവും വീട്ടിൽ നിന്ന് പോയില്ലെങ്കിലോ അച്ഛനും അമ്മയും കേസ് കൊടുക്കുന്ന സംഭവങ്ങൾ വരെയുണ്ട്. കുട്ടി വീട്ടിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്ത് പോകാൻ പറഞ്ഞ് കേസ് കൊടുക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരണില്ലേ? അതായത് ഒരു കുട്ടി വീട്ടിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അഥവാ വീട്ടിൽ താമസിക്കണമെങ്കിൽ അച്ഛനമ്മമാർക്ക് റെൻറ്റ് കൊടുത്തിട്ട് വേണം താമസിക്കാൻ. അപ്പോൾ അവൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ജോലിക്കും കൂടി നോക്കണം. അപ്പോൾ ആ ജോലി ചെയ്ത് കാശുണ്ടാക്കി വീട്ടിൽ ഫുഡിനുള്ള പൈസ കൊടുത്തോളണം. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും സ്വത്ത് മക്കൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ മോന് വീടില്ല, അച്ഛനും അമ്മയ്ക്കും വീടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് പോകുമ്പോൾ ഈ വീട് മൊത്തം മോന് കൊടുത്തിട്ടല്ല പോണത്. മോനോട് പറയും, നീ അതിൻ്റെ ലോൺ അടച്ചോളണം, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, ലോൺ അടച്ചോളണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് ആ വീട് അവന് സ്വന്തമായിട്ട് വരുന്നത്. സ്വന്തമായിട്ടുണ്ടാക്കുന്നത് മാത്രമേ അവർക്കിവിടെ കിട്ടുന്നുള്ളൂ. അച്ഛനമ്മമാർക്ക് ടെൻഷനില്ല, മക്കൾ ജീവിച്ചോളൂ എന്ന് അവർക്കറിയാം. നാട്ടിലാണെങ്കിലോ നമ്മൾ കുട്ടികളെ ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നു എന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ കുട്ടികളുടെ പഠനം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷയായി. ഇവിടെ അതൊന്നുമില്ല കേട്ടോ. ഇവിടെ
ഒരു ഇവിടെ പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്ററുള്ളത്. മാരേജൊക്കെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മാരേജൊക്കെ നടത്തുന്നത്. ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് പറ്റിയ പാർട്ട്ണറല്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് കട്ട്. പിന്നെ യോജിക്കുന്ന പ്രശ്നമേ ഇല്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ഇനി അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് വരുമ്പോഴേക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം വരാനായിട്ട്. കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഞാൻ ഓർക്കുന്ന വഴിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി, രസകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും പോയി വേഗം തന്നെ പോയി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തേ. മടി പിടിച്ചിരിക്കരുത് കേട്ടോ. ഇനി അപ്ലൈ ചെയ്തിട്ട് കിട്ടണില്ല എന്നൊന്നും പറയാൻ പാടില്ല. കിട്ടുമെന്ന് തന്നെ പറയുക നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്ത ഒരു കാര്യമില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ട്രൂത്ത്. അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബോറടിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ബോറാണെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും മറ്റു വിശേഷങ്ങളായിട്ട് കാണുന്നവരെ സീ യു, ബൈ.